എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പോയാൽ എവിടെ വരെ പോകുമടോ, പോയാൽ എവിടെ വരെ പോകുമടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. എന്തു മറന്നാലും മറക്കല്ലേ വാപ്പമാരെ, പെങ്ങന്മാരെ, ചെറുപ്പക്കാരാ, ഈ ദുനിയാവിൽ ജീവിക്കുന്നവരോട് ഞാൻ പറയുകയാ, എന്തു മറന്നാലും ഈ ആയത്ത് മറക്കല്ലേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏത് ആയത്ത് മറന്നാലും ഈ ആയത്ത് നീ മറക്കരുത്. ഈ ആയത്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു ഹാഫിളായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ. ഒരു യുദ്ധത്തിന് വേണ്ടി പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുമ്പോ ഒരു യഹൂദിയായ സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുകയാ. യഹൂദിയായ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ. അവളോട് പ്രണയം തോന്നി, അവളോട് പ്രേമം തോന്നി, അവളെ കെട്ടണമെന്നുള്ള ആഗ്രഹം തോന്നി. ആ യഹൂദിയായ പെണ്ണിന്റെ ചാരത്ത് ഖുർആൻ പഠിച്ച ഈ ചെറുപ്പക്കാർ കടന്നു ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, നിന്നെ എനിക്ക് വേണം. ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, നീ മതം മാറി വന്നാൽ, ഞങ്ങളുടെ മതത്തിലേക്ക് കടന്നു വന്നാൽ നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. ആര് പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരൻ കേട്ടില്ല. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ പടച്ചവനെ ആ പെണ്ണിന്റെ മതത്തിലേക്ക് കടന്നു ചെന്നു അവളുമായിട്ട് ജീവിക്കുകയാണ്. ആ യുദ്ധം പോലും പരാജയപ്പെട്ടു പോയി. എല്ലാവരും തിരിച്ചു വന്നു. കാലങ്ങൾ കഴിഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് വന്നവരിൽ ഒരു സ്വഹാബി ആ നാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ, പണ്ട് ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വന്ന സഹോദരനെ കുറിച്ച് ഓർമ്മ വരികയാ. അന്ന് മുസ്ലിമായി യുദ്ധത്തിന് വന്നപ്പോൾ മതം മാറിയവനെ കുറിച്ച് ഓർമ്മ വന്നു. ഈ സ്വഹാബി തെരഞ്ഞു കണ്ടുപിടിക്കുകയാണ്. അടുത്തു ചെന്നു കാര്യങ്ങളെല്ലാം തിരക്കുകയാണ്. അവസാനം അവിടെ നിന്ന് ചോദിച്ചു, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനല്ലേ, എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ, എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഖുർആനിന്റെ 114 അധ്യായങ്ങൾ നീ കാണാതെ പഠിച്ചവനാണല്ലോ, എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി, എല്ലാം ഞാൻ മറന്നുപോയി. ഒരേ ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരേ ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയി. ഏതായത്തെന്നറിയോ, ഏതായത്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് എനിക്ക് പറയാറുള്ളത്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യ, ഈ ആയത്ത് നീ മറക്കരുത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഏ മുസ്ലിമേ, എങ്ങനെ വേണമെങ്കിലും നീ നടന്നോ, നിനക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കള്ള് കുടിക്കണമെങ്കിൽ കുടിച്ചോ, കഞ്ചാവടിക്കണമെങ്കിൽ അടിച്ചോ, പെണ്ണ് പിടിക്കണമെങ്കിൽ പിടിച്ചോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. മറക്കണോ മറക്കാതെ നടക്കണോ, നിനക്കതിനുള്ള അവകാശമുണ്ട്. എങ്ങനെ വേണമെങ്കിലും നീ നടന്നോ. പക്ഷേ ഒന്നോർത്തോ, യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും ഒരു ദിവസം നീ എന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു വരണം. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുന്നു, നീ എവിടെ വേണേലും പൊക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. പക്ഷെ ഒന്ന് ഓർത്തു വെച്ചോ, എവിടെ പോയാലും തിരിച്ച് എന്റെ മുന്നിൽ തന്നെ നീ വരും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ല പറയാ, നിനക്ക് നിസ്കരിക്കണോ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് തന്നെ എനിക്ക് ബാത്ത് ചെയ്യാനാ, നിനക്ക് നീ വയ്യ, വേണ്ടെങ്കിൽ നടന്നു, പള്ളിയും പട്ടവും വേണമെങ്കിൽ നിനക്ക് തോന്നുന്നത് പോലെ നീ നടന്നോ, അതെങ്ങനാ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ തിരിച്ച് നീ എന്റെ അടുത്ത് തന്നെ വരും. അതാ അല്ലാഹു പറഞ്ഞേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അതൊരു ഓർമ്മപ്പെടുത്തലൊന്നും അല്ലടോ, ഒരു താക്കീത, ഒരു ഭീഷണി. എടാ നീ എവിടെ പോയാലും ഒരു ദിവസം നീ എന്റെ മുന്നിൽ തന്നെ വരും, അന്ന് ഞാൻ കാണിച്ചു തരാം നിനക്കെട്ടാ. ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് നരകം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, ഹൃദയത്തിനകത്തേക്ക് ഈമാൻ ഇറങ്ങാതെ അള്ളാഹു ഹൃദയം സീല് വെക്കുന്നവരെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അള്ളാഹുവേ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാന്.